ഈ തിലകൻ്റെ മകൻ എന്ന് പറയുന്നത് വളരെ ഒരു പദവിയാണ്. പക്ഷെ തിലകൻ്റെ മകൻ എന്ന് പറയുന്നത് അതേസമയം ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത, ഒരു ഹെവിനെസ് ആണ്. ഇത് പല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഘടനാപരമായിട്ട് അമ്മയുമായിട്ടുള്ള വിഷയങ്ങളിൽ പോലും തിലകൻ്റെ മകൻ എന്ന് പറയുന്നത് കൊണ്ട് അതിന് പലതരത്തിലുള്ള ഗ്രാവിറ്റിയും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഈ തിലകൻ്റെ മകൻ എന്ന് പറയുന്നത് കേൾക്കാൻ സുഖമുള്ളൊരു ടൈറ്റിലാണ്. പക്ഷെ അതെങ്ങനെയാണ് ഷമ്മിച്ചേട്ടനെ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്? അല്ല, ഇപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാനത് പലയിടത്തും ഞാനതിനെ അങ്ങനെ തള്ളിക്കളയുന്നതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഒരു അന്തവും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ അത് ആലോചിക്കാണ്ടിരിക്കുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ അതിനോട് എത്തി. അല്ലാതെ ഇപ്പം പറ്റത്തില്ല. ഇപ്പോൾ പലയിടത്തും എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. ഞാനതൊരിക്കൽ പണ്ട് എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ എഴുതി, എനിക്ക് തോന്നുന്നു മലയാള മനോരമയിലെന്ന് തോന്നുന്നു, വാരാന്തപ്പതി സൺഡേ സപ്ലിമെൻ്റില്ലേ, അതിനകത്ത് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇതാണ്, തിലകൻ്റെ മകൻ എന്നത് പ്രശ്നം. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എനിക്കൊരു ഒരു ഡയറക്ടർ എടുത്ത്, ഇപ്പോഴത്തെ അല്ല അന്നത്തെ, അച്ഛൻ നല്ല സിനിമയിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഞാൻ തിലകൻ്റെ മകനാണ്, ശരി തന്നെ. പക്ഷേ ഞാനൊരു നടനായി മാറി ആ ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള എൻ്റെ ജോലി, എൻ്റെ ഒരു പ്രൊഫഷൻ അതായിട്ട് തീരുമാനിക്കപ്പെട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം, നമ്മൾ അന്നേരമാണല്ലോ നമുക്ക് ഈ ഡെയിലി വർക്കുകൾ വേണമെന്നുള്ള ഒരു തോന്നൽ വരിക. നമുക്ക് കുടുംബമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമില്ല, പടം ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷനൊന്നുമില്ല. എന്താണ്, ഭാര്യയൊക്കെ വന്നു കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു, മോനൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് റെഗുലറായിട്ട് പടം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു, പലരും ഇങ്ങനെ പറഞ്ഞു ചാൻസ് ചോദിക്കണം എന്നുള്ള കാര്യം. അച്ഛൻ്റെ ഒരു രീതിക്ക് അത് പറ്റത്തില്ല.